ഇങ്ങേരുതെവിടെ? റൂമിന്റെ വാതിൽ തുറന്നിട്ടുണ്ട്, ഒളിഞ്ഞു നോക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്നാൽ ഇങ്ങേരുത് ഇവിടെ പോയി കിടക്കുക. അയ്യോ, ഇങ്ങിതാരാ? കാലമാടൻ. ഓടരുത്. ഓടമാട്ടൻ. നീ എന്താ ഇവിടെ? നിന്റെ റൂം താഴെയല്ലേ? അതുമല്ല, എന്റെ റൂമിന്റെ ഉള്ളിലേക്ക് നോക്കി നിൽക്കാൻ മാത്രം അവിടെ എന്താ ഉള്ളേ? അയ്യോ, ഇനിയിപ്പോ എന്താ പറയാ? നിനക്കെന്താ ചെവി കേൾക്കത്തില്ലേ? ചോദിച്ചാൽ ആൻസർ റെഡി. അത് പിന്നെ സാർ, ഞാൻ ഇതുവഴി പോയപ്പോ സാറിന്റെ റൂം കണ്ടപ്പോ. അത് പിന്നെ എനിക്കൊരു ഡൗട്ട്. ഡൗട്ടോ? നിനക്കെന്ത് ഡൗട്ടാ ഉള്ളേ? അത് പിന്നെ എനിക്ക് അനലൈസ് ചെയ്യാൻ അറിഞ്ഞൂടാ, ഒന്ന് പറഞ്ഞുതരോ? അപ്പൊ ഇതൊന്നും അറിയാതാണ് PS എന്ന് പറഞ്ഞിട്ട് കെട്ടൊരുക്കി വന്നിരിക്കുന്നേ. ഓ, ഇങ്ങനെ സമ്മതിക്കൂല. അത് പിന്നെ സാറ് കേട്ടിട്ടില്ലേ, അറിയാത്ത കാര്യങ്ങൾ അറിയണവരോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന്. ഞാനതിന് വേണ്ടിയിട്ടാ വന്നേ. സാറിന് അറിയെങ്കിൽ പറഞ്ഞതാ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നീ പറഞ്ഞതിനർത്ഥം എനിക്ക് ഇതൊന്നും അറിയത്തില്ല, ഞാൻ വെറുതെ വന്നിരിക്കുന്നതാണെന്നാണോ? എന്തോന്ന്? ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? എന്തിനാ നീ പന്തം കണ്ട് പെരിച്ചായി പോലെ നിൽക്കുന്നേ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലാന്നുണ്ടോ? അത് പിന്നെ സാർ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. സാറിന് വെറുതെ തോന്നിയതായിരിക്കും. ഓ, പിന്നെ നീയല്ലേ ഉദ്ദേശിക്കാത്ത? നിന്റെ സ്വഭാവം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാറിന് എന്റെ സ്വഭാവം എന്തറിയാന്ന് നീ പറഞ്ഞോണ്ടിരിക്കണേ? സാറേ, ഞാൻ കുറേ നേരമായി ഞാൻ ക്ഷമിക്കുന്നത്. രാവിലെ തൊട്ട് ഞാൻ ക്ഷമിക്കുന്നതാ സാറിൻ്റെ ഓരോന്ന്. സാറെ, വേണ്ടാത്തരൊന്നും പറയാൻ നിൽക്കണ്ട. സാറിൻ്റെ സാറൊക്കെ ആയിരിക്കും അങ്ങ് ഓഫീസിന് മാത്രം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. അത് സാർ മറക്കാൻ നിൽക്കണ്ട. പിന്നെ ഇവിടെ ഞാൻ നിന്റെ ആരാണ്ടി? ഇതേ എൻ്റെ വീടാണ്. ഇവിടെ നിന്നിട്ട് എന്നെ ഭരിക്കാൻ വരുന്നോ നീ? സാർ എന്തൊക്കെ പറയണേ? ഞാൻ എന്ത് ഭരിക്കാൻ വന്നതെന്നാ സാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിന് സാറിൻ്റെ അടുത്തേക്ക് വന്നില്ലല്ലോ. ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ. സാറിന് അറിയെങ്കിലും എനിക്ക് പറഞ്ഞതാ, ഇല്ലെങ്കിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതുമല്ലേ. പിന്നെ എന്തിനാ സാർ ഇങ്ങനെ കിടന്നു എന്നോട് ചൂടാവുന്നേ? ഓ, അപ്പോ ഞാൻ ചൂടാവുന്നത് വിഷമായോ? എന്താ ഒന്നും വേണ്ടാത്തേ? ഈശ്വര, ഇങ്ങനെ വട്ടായെന്നാ തോന്നണേ. ഇനി എന്താ ചെയ്യാ? എന്താ ആലോചിക്കുന്നേ? വാ. അതെന്തിനാന്ന് മനസ്സിലായില്ലേ? വേറൊന്നിനല്ലേടി, നിന്റെ സങ്കടമൊന്നും മാറ്റിത്തരാൻ. എന്നാ മാറ്റട്ടെ? ഞാൻ കരുതിയില്ല. എനിക്ക് പോണം. എവിടെ പോവാനാ? എന്റെ റൂമിലോട്ട് നോക്കിയിരുന്നത് എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഏതായാലും ആ ഉദ്ദേശം നടന്നിട്ട് പോയാ പോരെ? എങ്ങോട്ട് മാറി നിൽക്കാനാ നീ പറയുന്നേ? ഞാൻ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇനി മാറാൻ ഉദ്ദേശിക്കുന്നില്ല. നിക്കടെ, എങ്ങോട്ടേ പോകുന്നേ? മേക്കൊച്ചിന് തന്നെ പറ്റി? ഇങ്ങനെയല്ലല്ലോ സാധാരണ. എന്നോട് ഇങ്ങനെ ചാടി കളിക്കേണ്ടതാണല്ലോ. പിന്നെ ഇപ്പൊ എന്നതാ പറ്റിയേ? എനിക്ക് പോണം. പ്ലീസ്. പോണോ? പോവാലോ. അതിനു മുന്നേ എൻ്റെ കൊച്ചൊന്ന് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഓക്കെ, ഇപ്പോ പോക്കോ. ഇനി പറ, എന്തായിരുന്നു ഉദ്ദേശം? എന്ത് പണി തരാനായിരുന്നു? പണിയൊന്നുമില്ല സാർ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡൗട്ട് വന്നപ്പോ വന്നതാ, അല്ലാതെ ഒന്നുമില്ല സാർ. സ്റ്റോപ്പ് ഇറ്റ് മിയ. എനിക്കറിയാം നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം. എന്നോട് അശ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വരും എന്നുള്ള കാര്യം. അത് ഇത്രയും പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നീ വന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പെല്ലാം അറിഞ്ഞിട്ടിട്ട് പണി തന്നതാണല്ലേ എനിക്ക്. വളരെ നന്ദിയുണ്ട് സാർ. എന്നാ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനങ്ങോട്ട്. പോകുന്നൊക്കെ കൊള്ളാം. ഇനി അടുത്ത എന്ത് പണി തരുമെന്ന് ആലോചിച്ച് തല പുണ്ണാക്കണ്ട, കേട്ടല്ലോ? മതിയാക്കി നാളേക്ക് അനലൈസ് ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നാൽ മതി. ഓക്കെ സാർ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു സാറേ. ഓൾ ദി ബെസ്റ്റ്. എല്ലാം നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ. സീ യു. പിന്നെ കാണാമേ. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്.
എൻ്റെ വയറ്. അയ്യോ അമ്മേ എന്നെ വിടുകയവേ. അയ്യോ സമ്മതിക്കൂല. അങ്ങനെ തന്നെ ഓടാൻ പോലെ നീ ഓട്. നീ കുറെ കിടന്ന് ഓട്. എന്നെ കുറെ ഓടിപ്പിച്ചതല്ലേ. ഇതൊന്നും കാണാൻ ഇവിടെ അറിയില്ലല്ലോ. അയ്യോ എന്നെ കൊണ്ട് വയ്യ. എന്തായാലും ഇത് മാത്രം ഒരു പണിയും കൂടെ കൊടുത്തേക്കാം. ഫോൺ എവിടെയാണ് അതിൻ്റെ? മോനെ. ഓക്കെ, നാളെ നിനക്ക് ഇപ്പോഴും വലിയൊരു പണി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബൈ. അയ്യോ എനിക്ക് വയ്യാവേ. ഇതൊന്നും പറഞ്ഞിരിക്കാൻ ഇവിടെ ആരില്ലേടി. അയ്യോ എന്തിനാണ് നീ ചിരിച്ചോണ്ടിരിക്കണേ? എന്തായി? പണി സക്സസ് ആയോ? പിന്നെ ഇല്ലാണ്ട്. അയ്യോ ഒന്ന് കാണായിരുന്നു അങ്ങേര് കിടന്ന് ഓടുന്നത്. അയ്യോ എനിക്ക് വയ്യ. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. അയ്യോ ആഹാ എന്താ ചിരി. തിരിച്ചിട്ടും ഇതേ ചിരി മുഖത്ത് കാണണം കേട്ടാ. അല്ല പിന്നെ ഇടി ഈ നെഗറ്റീവ് ബോളിവുഡ് ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ കിടന്ന് ചിരിക്കില്ലായിരുന്നു. പിന്നെ നീ പറഞ്ഞതിനും കാര്യമുണ്ടീ. അങ്ങനെ എനിക്ക് പണി തരാന്ന് എൻ്റെ മുഖത്തോക്കി പറഞ്ഞടി. അപ്പം ഞാൻ വിട്ടുകൊടുക്കും. ഞാനും പറഞ്ഞു തിരിച്ച് അങ്ങേർക്കൊരു പണിയുണ്ടെന്ന്. എന്നോടാ കളി. അന്തസ് മുളജനി. നീയല്ലായിരുന്നു അങ്ങേർക്ക് ഇന്നാ ചേട്ടാ ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞു കൊടുത്തേ. നീ പെട്ട് മോളെ പെട്ട്. ഇനി സ്വന്തമായിട്ട് അങ്ങ് അനുഭവിച്ച കേട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന്. ഇനി അങ്ങ് അനുഭവിച്ച കേട്ടാ. എന്റെ പൊന്നുചേനി നീ ഇതൊന്നും കേട്ട് പരിഗമി. ഓ എന്നാ മകേനാവട്ടെ. ഇതൊന്നും കേട്ട് നീ ഭയപ്പെട വേണം. ഞാൻ ഇറക്കവും കൂടെ. ഓക്കെ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ഇതെല്ലാം കാണുന്നില്ലേ? ഞാൻ അങ്ങയുടെ അടുത്തേക്ക് പ്ലെയിനും പിടിച്ച് വരാൻ ടൈമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് എന്നെ എന്തേലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നരകത്തേക്ക് വിടാതെ സ്വർഗത്തിലെ ഏതൊരു മൂലയിലേക്ക് കൂടാൻ എന്നെ അനുവദിച്ചേക്കണേ. എന്താണ് മക്കളെ ഇവിടെ ഒരു ഗുഡ് ആലോചന? അതും ചേച്ചിയില്ലാതെ. ആരിത്? നീ വന്ന എവിടെയായിരുന്നു ഇത്രയും നേരം? അതൊന്നും പറയണ്ട എൻ്റെ മോളെ. ശോ എനിക്കിന്ന് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് മക്കളെ. ചേച്ചി ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. നീ ഇത്ര ഹാപ്പി ആവാൻ എൻ്റെ ചായൻ എന്നാടി? നിന്നെ പ്രപ്പോസ് വല്ലതും ചെയ്തോ? എടി ചെയ്തു. നിന്റെ ചായൻ എന്നെ പ്രപ്പോസ് ചെയ്തു. അത് ഡയറക്റ്റ് മാരേജ് പ്രപ്പോസൽ എന്നെ അങ്ങ് ചെയ്തിട്ടുണ്ട്. അയ്യോ എനിക്ക് വയ്യ. എന്ത് സന്തോഷമായിന്നറിയാം എനിക്ക്. അങ്ങനെ ആ കാര്യത്തിലും തീരുമാനമായി. എടി ജെനി, ഇനി നമ്മൾ രണ്ടുപേരുള്ളടി സിംഗിളായിട്ട്. സിംഗിളാ? ആര്? ഞാൻ സിംഗിള്. അതെ ഞാൻ സിംഗിള്. അരെ ബേട്ടീസ് എങ്കയോ എന്തൊക്കെയോ ചെയ്ത് നാറുന്നില്ലേ? ഓഫ് കോഴ്സ് നാം നമ്മുടെ ജ്ഞാന സൃഷ്ടിയാൽ പലതും കാണുന്നുണ്ട്. അതെല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ കാലുവാരി നിലത്തടിക്കും. അയ്യടാ അത്ര ചെറിയ ശിക്ഷയൊന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങളൊക്കെ എന്താ പറഞ്ഞേ? നിങ്ങൾ ഒന്നും എന്നേറ്റ് മിണ്ടത്തില്ല. നിങ്ങളും ഞാനും തമ്മിൽ പിന്നെ ഒരു ബന്ധമുണ്ടാവില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞേ? അതന്നെ ഇവിടെ നടക്കത്തുള്ളൂ. എന്തേലും എവിടെയും ആരെങ്കിലൊക്കെ എന്തേലും പറയാതെ വെച്ച് അത് ലാസ്റ്റ് വേറെ ആരെങ്കിലായിട്ട് കണ്ടുപിടിച്ച് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മിണ്ടത്തില്ല. പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതെ അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ വർഷങ്ങൾക്ക് മുന്നെടുത്ത് തീരുമാനമല്ലേ അത്. നമ്മൾ തമ്മിൽ ഒരു രഹസ്യം ഉണ്ടാവില്ല എന്ന്. പിന്നെ അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. അത് തമ്മിൽ പറയാതിരുന്നാലല്ലേ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? മോളുസി ചേച്ചിക്ക് മനസ്സിലായി എൻ്റെ കൊച്ച് എന്തോ ഞങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന്. അതെന്താന്ന് വെച്ചാ ഇങ്ങ് പോന്നോട്ടെ. ഇനിയും അതിങ്ങനെ മറച്ചു വെക്കണ്ട. ഉണ്ടടി, പറയാനുണ്ടല്ലോ. പറയാനില്ല എന്നാരാ പറഞ്ഞേ? പക്ഷേ പറയാൻ ടൈം ആയിട്ടില്ല. പറയാൻ ടൈം ആകുമ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. അതുവരെ വെയിറ്റ് കരും. പിന്നെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പം പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ കണ്ടുപിടിച്ചാൽ അറിയാലോ. പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കേട്ടല്ലോ? അത്രയേ ഉള്ളൂ. ഇപ്പം പറയാൻ പറ്റുമോ ഇല്ലയോ? പിന്നെ പറയാൻ സൗകര്യമില്ലായിരുന്നു. പോടി അവിടെ നിന്ന്. ഓഹോ അങ്ങനെയാണല്ലേ? അന്ന് നീ നോക്കിക്കോ. ഇന്നേക്ക് 3 നാൾ ഞാൻ അത് എന്താന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ചിരിക്കും. പിന്നെ നീ ഞൊട്ടും. ഈ കള്ളപ്പ നിന്നെ ഞാൻ കൊല്ലും. നീ നോക്കിക്കോ. ഇന്നേക്ക് ഈ 3 നാൾ ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ. എന്നാലേ ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യട്ടെ കേട്ടാ. അപ്പൊ ബൈ. മോളസി ഡോണ്ട് വെറി, ഞാനുണ്ട് നിന്റെ കൂടെ. അവ ഞാൻ എന്ത് പോഹയാ? ഇവളെന്നാല്
ഓ ഞങ്ങളുണ്ട് നിന്റെ കൂടെ, നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം. അവളുടെ അഹങ്കാരം കണ്ടില്ലേ, അവളുടെ വിചാരം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാണ്. നമുക്കത് മാറ്റി കൊടുക്കണം. നമുക്ക് എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ആടി കണ്ടുപിടിക്കാം. ഇപ്പൊ ഏതായാലും നീ വാ, നമുക്ക് പല എണ്ണ. ആ പറഞ്ഞത് നന്നായി, എനിക്ക് വിശക്കുന്നുണ്ട്. വാ പോവാം, വാ 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 വാ. ഇനി നിൽക്കണ്ട, വാ. അയ്യോ അയ്യോ സ്വപ്നായിരുന്നോ? അയ്യോ ഇത്ര റിയാലിറ്റിയോ? അയ്യോ ഇതെന്തിങ്ങനെയൊക്കെ കാണുന്നേ? അയ്യോ എന്തിനായിരിക്കും ഞാനിപ്പോൾ അവളെ സ്വപ്നം കണ്ടേ? ഞാനും അവളും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയില്ലല്ലോ. എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെന്തിനാ ഞാൻ അവളെ തന്നെ കണ്ടേ? വല്ല വേറെ ആരെയും കണ്ടിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതെന്നെ അവളെ തന്നെ കാണാൻ കാരണം. അയ്യോ തല്ലുണ്ടാക്കി ലാസ്റ്റ് മനസ്സിലെങ്ങാനും കയറി കൂടിയോ? ഏയ് അവളോ? ഒരിക്കലും ഇല്ല. പിന്നെ തന്നെ സംഭവം. ഓ എന്തായാലും എൻ്റെ ഉറക്കം പോയി. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഏത് നേരത്താണോ അവളുടെ ക്ലോസ് ആയിട്ട് പോകാൻ തോന്നി, അതുകൊണ്ടല്ലേ ഇപ്പം ഇതൊക്കെ ഉണ്ടായേ. അപ്പം തന്നെ അവളുടെ ചുണ്ടുമെങ്കിൽ നോക്കിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്നുണ്ടെന്ന്. അയ്യോ അതിങ്ങനെയൊക്കെ ആവോ ഈശ്വരാ, ഒന്നും വരരുത് ഒന്നുമില്ല മോനെ, നിനക്കൊന്നുമില്ല. അവളുമായിട്ട് നിനക്ക് ഒരു ബന്ധവുമില്ല. അവള് ചാടത്തിൻ്റെയാണ്, പട്ടിയാണ്, ചെറ്റിയാണ്, എല്ലാം നിനക്കും അറിയാലോ. അതുകൊണ്ട് വേണ്ട മോനെ, വേണ്ട. മനസ്സിന്റെ കോണിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തല്ലിക്കെടുത്തിക്കാള്. അതൊന്നും നമുക്ക് വേണ്ട. എൻ്റെ പൊന്നാതവേ, വേണ്ട. അവള് ശരിയാവത്തില്ലടാ, നിനക്ക് വേണ്ട. അതുകൊണ്ട് നീ മായിച്ചേടാ, അതൊക്കെ മായിച്ചേടാ. എന്നിട്ട് എൻ്റെ കൊച്ചു ഇപ്പോൾ വന്നിട്ട് കിടന്നുറങ്ങ്. എന്നിട്ട് നാളെ രാവിലെ അവൾക്ക് തിരിച്ച് എന്ത് പണി കൊടുക്കുന്നു മാത്രം ചിന്തിക്ക് കേട്ടോ. വാ ഉറങ്ങ്. എൻ്റെ ദൈവമേ, എനിക്ക് ഉറക്കൊന്നും വരുന്നില്ലല്ലോ. ഒന്ന് കണ്ണടിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മുഖം എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത്. എന്താ ഇനി ഞാൻ ചെയ്യണ്ടേ? അങ്ങയുടെ അടുത്ത് നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാം, എങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങയുടെ അടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നതുകൊണ്ടാണ് അങ്ങേർക്ക് ഓരോ പണി കൊടുത്ത് പിന്നല്ല നടക്കുന്നത്. എന്നിട്ടോ അവസാനം പിന്നെ അങ്ങേര് എൻ്റെ ഉള്ളിലേക്ക് കയറി വരുവാണല്ലോ. എൻ്റെ പൊന്നു ദൈവമേ, ഇതൊന്നും എനിക്ക് സെറ്റാവാൻ മാട്ടെ. നീ മുന്നേക്ക് അറിയുന്നതാണേ. അതുകൊണ്ട് പ്ലീസ് എന്നെ ഇതിൽ നിന്ന് എങ്ങനെയൊന്ന് മോചിപ്പിച്ച് താ. വാട്ട്? നിനക്ക് ഞാൻ അടുത്തോട്ട് വരുമ്പോൾ മാത്രമുള്ളല്ലേ ഈ ഐറ്റമൊക്കെ? ഞാൻ സംസാരിക്കാൻ വരുമ്പോഴും ഞാൻ നിന്റെ അടുത്തോട്ട് വരുമ്പോഴെല്ലാം ഞാൻ കോൾ ചെയ്താൽ പോലും നീ ഒന്നും എടുക്കാറില്ല. എന്നിട്ട് നീ എന്താ ഇപ്പം ചെയ്തോണ്ടിരിക്കണേ? കണ്ട പെണ്ണുങ്ങൾക്ക് നൈറ്റ് മെസ്സേജ് അയച്ചിരിക്കുവല്ലേ? ആ തീ കത്തി തുടങ്ങിയല്ലോ. അയ്യോ വാട്ട് ആർ യു സേയിങ്? ഞാൻ ആർക്ക് മെസ്സേജ് അയച്ചെന്നാ നീ പറഞ്ഞോണ്ടിരിക്കണേ? ഓ നീ ആർക്ക് മെസ്സേജ് അയച്ചെന്ന് നിനക്കറിയത്തില്ലേ? ഈ നിൽക്കുന്ന മേക്കല്ലേ ഇന്നലെ നീ മെസ്സേജ് അയച്ചേ? വാട്ട്? ഞാൻ ഈ നിൽക്കുന്ന മേക്ക് മെസ്സേജ് അയച്ചെന്നാണോ നീ പറഞ്ഞോണ്ടിരിക്കണേ? ഞാൻ ഇവൾക്ക് മെസ്സേജ് അയച്ചെന്ന് എന്ത് പ്രൂഫാ ഉള്ളത്? ഇല്ലാതെ എന്നെ പറ്റി വേണ്ടാത്തരം പറഞ്ഞിട്ടല്ലോ. മോദര ഷേപ്പ് മാറുന്നിന്റെ. ഓ എല്ലാം ചെയ്ത് വെച്ചിട്ട് വലിയ പുണ്യാളനാവാൻ നോക്കുമായിരിക്കുമല്ലേ ഇപ്പോ? നിന്റെ ഫോണിലുണ്ടാവും ഇവളെ ഫോണിലുണ്ടാവും മെസ്സേജ്. എടുത്ത് നോക്കടാ വേണമെങ്കിൽ. നോക്കണ്ട മോനെ, നോക്കണ്ട. കാരണം നോക്കിയിട്ടും കാര്യമില്ല, അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അല്ല ഇങ്ങനെയൊക്കെ കിടന്ന ചിലക്കന്നെ ഇതേതാണപ്പോ പുതിയൊരു സാധനം? ഓ എനിക്കൊരു എതിരാളിയാണോ? ശരി, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. പിന്നെന്താ? അവൾ ആരെങ്കിലും ആവട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഏതായാലും കളി കാണട്ടെ. എന്റെ ഫോണിൽ അങ്ങനെ ഒരു മെസ്സേജും ഇല്ല. ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടുമില്ല. മെഗ ഷോ മീ. ഡിഡ്ന്റ് യു ഹിയർ മീ മെഗ? I say show me your phone. ഇങ്ങനെ എന്തിനീ കൊച്ചിനോട് ഇങ്ങനെ ചൂടാവുന്നേ? ഇതിന്റെ ആവശ്യമുണ്ടോ? മിയ കണ്ടുപിടിച്ചോ? അയ്യോ
യെസ് സർ. മിയ, വാട്ട് ഈസ് ദ ട്രൂത്ത് ഓഫ് ദിസ്? ഐ ഡോണ്ട് നോ സർ. മിയ, കിടന്ന് പൊട്ടം കളിക്കാതെ. ഇതിന്റെ സീരിയസ്നെസ് നിനക്ക് അറിയാൻ പാടില്ല എന്നതുകൊണ്ടാ. നീ കിടന്ന് പൊട്ടം കളിക്കാതെ സത്യം എന്താണെന്ന് വെച്ചാൽ പറ. നീയാണോ ഇന്നലെ നൈറ്റ്? നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ റൂമിൽ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വാട്ട്? ഇന്നലെ നൈറ്റ് അപ്പോൾ ഇവള് നിന്റെ റൂമിലുണ്ടായിരുന്നോ? ശില്പ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. നീ ഇതറിയേണ്ട കാര്യമില്ല, കേട്ടല്ലോ? അത് ഞാൻ ഇവളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഇടയിൽ കയറി വർത്തമാനം പറയേണ്ട കാര്യമേ ഇല്ല, കേട്ടല്ലോ? ഞാൻ ഇവളോടാ ചോദിക്കുന്നത്, ഇവള് മറുപടി എന്നോട് പറയും. ഞാനല്ലാതെ പിന്നെ വേറെ ആരും നിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അതിന് നീ ആരടി എൻ്റെ കെട്ടിയോളോ? ശില്പ, അതിര് കിടക്കുന്നുണ്ട് നീ, അതുകൊണ്ട് നിർത്തിക്കോ. ഇതൊന്നും നിന്റെ കാര്യങ്ങളല്ല, എൻ്റെ കാര്യങ്ങൾ എൻ്റെത് മാത്രമാണ്. അതിൽ നീ ഇടപെടാൻ വരണ്ട, കേട്ടല്ലോ? മിയ, ടെൽ മീ. അത് പിന്നെ സർ ഞാൻ മേഘ, ഐ എം സോറി. അത് മിയയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു തെറ്റാണ്. അതിന് ഞാൻ തന്നോട് സോറി ചോദിക്കുന്നു. ആൻഡ് പൊക്കോളൂ. ഇറ്റ്സ് ഓക്കെ സർ. ശില്പയോട് ഇനി പ്രത്യേകിച്ച് പറയണം ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ. ഇറങ്ങിപ്പോ ഇവിടുന്ന്. എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിശ്ചയമുണ്ട് വന്നാൽ മതി ഇറങ്ങി പോകാൻ.